2026 നിങ്ങൾ ഡേറ്റ അനലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്റ്റെപ്പ് 1, ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാൻ നിങ്ങൾ മാത്സിൽ പുലിയാവണം എന്നുള്ളതൊന്നും ഞാൻ പറയില്ല, ഓക്കെ. ബട്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആവശ്യമാണ്. മീന്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ആൻഡ് ഓൾസോ ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് എക്സലും കൂടി അറിഞ്ഞിരിക്കും, ഓക്കെ. ബട്ട് ചിലർ പറയുന്ന കാര്യമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളത്. പക്ഷേ സത്യാവസ്ഥ അതല്ല. 2026 എക്സൽ എന്നത് തന്നെയാണ് നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസിന്റെ ഒരു ABCD എന്ന് പറയുന്നത്. സോ അവിടെ പിവറ്റ് ടേബിൾസ്, ഡേറ്റ ക്ലീനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യാം, ഓക്കെ. ആൻഡ് രണ്ടാമത്തേതാണ് ദി ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് കോഡിംഗ് മാൻഡേറ്ററി ആണോ എന്നുള്ളത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബേസിക് കോഡിംഗ് ഇറ്റ് ഇസ് എ മസ്റ്റ്, ഓക്കെ. ആൻഡ് ദെൻ ഇവിടെ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സീക്വൽ, രണ്ടാമത്തേത് പൈത്തൺ ആണ്. സീക്വലിന്റെ കേസ് പറയുമ്പോൾ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം, ഓക്കെ. അപ്പൊ കമ്പനീസ് അവരുടെ ഡേറ്റയെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡേറ്റാബേസുകളിലായിട്ടാണ്. അപ്പൊ ഈ ഡേറ്റാബേസുകളിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കണം, ദാറ്റ് ഇസ് ഡേറ്റ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ SQL എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ദാറ്റ് യു യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ഡേറ്റാബേസ്, ഓക്കെ. ആൻഡ് ദെൻ പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് സി. അതിൽ ഒരുപാട് ലൈബ്രറീസ്, ഈവൻ ഒരു എന്താ പറയുക ഒരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഡേറ്റ അനാലിസിസിന്റെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ്, ദാറ്റ് ഈസ് പൈത്തൺ ലൈബ്രറീസ് ഫോർ ഡേറ്റ അനാലിസിസ് മാത്രം അറിഞ്ഞാൽ മതിയാവും. ലൈക്ക് പാൻഡാസ്, നംപൈ, സീബോൺ ആൻഡ് ദെൻ മാത്പ്ലോട്ലിബ് പോലെയുള്ള ലൈബ്രറീസ് എന്തായാലും പഠിച്ചിരിക്കുക, അത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. യു ഡോണ്ട് ഹാവ് ടു ലേൺ ദ കംപ്ലീറ്റ് പൈത്തൺ ഫോർ ദാറ്റ്, ഓക്കെ. മൂന്നാമത്തെ കാര്യമാണ് വിഷ്വലൈസേഷൻ ആൻഡ് ദെൻ സ്റ്റോറി ടെല്ലിംഗ്, ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അത് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വിഷ്വലൈസേഷൻ വേണം. സോ ഇതിനായിട്ട് BI ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ലൈക്ക് BI ടൂൾസ് ലൈക്ക് പവർ BI, ടാബ്ലോ, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നാലാമത്തെ സ്റ്റെപ്പാണ് AI ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ AI എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ലൈഫിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ AI അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ AI വന്നാൽ ഡേറ്റ അനലിസ്റ്റിന്റെ ജോലി പോകുമെന്നുള്ള പല റൂമേഴ്സ് ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ്, ഓക്കെ. അപ്പോ AI നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു ഇതാണ് AI വിൽ റീപ്ലേസ് യു. സോ ഇറ്റ്സ് ആക്ച്വലി നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല അത്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് know AI will be replaced by a person who knows AI. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പം നമ്മളും AI വരുന്നതനുസരിച്ചിട്ട് നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അവിടെ വരുന്ന ടൂൾസും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക, ഓക്കെ. ഇപ്പോൾ കോഡൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ChatGPTയും GitHub Copilot പോലെയുള്ള ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. സോ അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോഡിൽ വരുന്ന മിസ്റ്റേക്സ്, അതിലെ ലോജിക്കുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഇതുപോലുള്ള ടൂൾസ് ഒക്കെ, AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. അഞ്ചാമത്തേതാണ് പ്രോജക്ട് പോർട്ട്ഫോളിയോ. അപ്പോൾ സർട്ടിഫിക്കേഷൻസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് ആണ്. കാഗ്ലോ അല്ലെങ്കിൽ UCI റെപ്പോസിറ്ററി പോലെയുള്ള റെപ്പോസിറ്ററീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റ സെറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ വേൾഡ് പ്രോജക്ട്സ് ഒരുപാട് ചെയ്യും, ഓക്കെ. അപ്പോൾ പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് പൈത്തണിൽ ഒരു പ്രോജക്ട്, ദെൻ ഇൻ എക്സൽ, പവർ BI, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഓരോ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ദെൻ അത് ഗിറ്റ്ഹബിലേക്ക് അപ്ലോഡ് ചെയ്യുക ആൻഡ് ദെൻ യു ക്യാൻ പബ്ലിഷ് ദാറ്റ് ഇൻ ലിങ്ക്ഡ്ഇൻ ഓൾസോ, ഓക്കെ. ആൻഡ് ദെൻ ലിങ്ക്ഡ്ഇനിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും, ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ആണ്. സോ ദ ഫൗണ്ടേഷൻ, ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദെൻ മൈക്രോസോഫ്റ്റ് എക്സൽ. രണ്ടാമത്തേതായിട്ട് നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ സ്കിൽസ് ആണ്. അതിൽ SQL ആൻഡ് ദെൻ പൈത്തൺ കവർ ചെയ്യാം. ആൻഡ് ദെൻ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് BI ടൂൾസ് ആണ്. ഇത് പവർ BI ഓർ ടാബ്ലോ, ഓക്കെ. ആൻഡ് ദെൻ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് AI, ഓക്കെ. AI ടൂൾസ് ഉപയോഗിക്കുക. അത് നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഇയേഴ്സിൽ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ, ഓക്കെ. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ, യുവർ പ്രോജക്ട് ആൻഡ് ദെൻ
ഈ പോർട്ട്ഫോളിയോ. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ദെൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.